വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സാംസ്കാരിക നായകന്മാരെ കുറിച്ച്, അവരുടെ സംഭാവനകളെ കുറിച്ച്. അതിൽ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകൻ കേരള നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കുറച്ചധികം തന്നെ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ഓർഡറിൽ നമുക്ക് ശ്രീനാരായണ ഗുരു തൊട്ട് തന്നെ നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായകന്മാരും ഉണ്ട്, നവോത്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ലേഡീസും ഉണ്ട്. രണ്ടുപേരെയും കുറിച്ച് നമുക്ക് പഠിക്കണം കേട്ടോ. 1856 ഓഗസ്റ്റ് 20-ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരത്ത് വീട്ടിലാണ് ശ്രീനാരായണ ഗുരു ജനിക്കുന്നത്. എന്നാണ് 1856 ഓഗസ്റ്റ് 20-ന് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ വയൽവാരത്ത് വീട്ടിൽ ആര് ജനിക്കുകയാണ്? നമ്മുടെ നവോത്ഥാന നായകൻ, കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ജനിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അല്ലെങ്കിൽ അച്ഛൻ മാടനാശാനും മാതാവ് കുട്ടിയമ്മയുമായിരുന്നു. ചെറിയ കാലത്ത്, കുട്ടിക്കാലത്ത് ശ്രീനാരായണ ഗുരുവിനെ ശ്രീനാരായണ ഗുരു എന്ന പേര്, അപ്പൊ നാരായണൻ എന്നാണ് കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചെറിയ കാലത്തെ പേര്, കുട്ടിക്കാലത്തെ പേര് എന്തായിരുന്നു? നാരായണൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ പേര്. അപ്പൊ 1856 ജനിച്ച അദ്ദേഹം 1882 കാളിയമ്മയെ വിവാഹം ചെയ്യാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് കാളിയമ്മ എന്നാണ്. പിതാവ് മാടനാശാൻ, മാതാവ് കുട്ടിയമ്മ, ഭാര്യ കാളിയമ്മ. ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ കുറച്ചധികം വിശേഷണങ്ങൾ നമുക്ക് അങ്ങനെ പഠിക്കാം. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഓരോരോ കാര്യങ്ങളിലേക്ക് കിടക്കാം. അദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം ജനിച്ച 1856 ഓഗസ്റ്റ് 20-ഉം അതുപോലെ തന്നെ ഇദ്ദേഹം സമാധിയായ 1928 സെപ്റ്റംബർ 20-ഉം രണ്ടും എന്താണ്? അവധി ദിനമായി പ്രഖ്യാപിച്ച ഏക നവോത്ഥാന നായകനാണ്. അപ്പൊ ജനനവും മരണവും അവധി ദിനമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകനാര്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ നമ്മള് കോടതികളില് നമ്മൾ ഹാജരാവണം, എന്തെങ്കിലും കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലേ, പക്ഷെ കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. അപ്പൊ ജനനവും മരണവും അവധി ദിനമാണ്. കോടതികളിൽ നേരിട്ട് ഹാജരാവുന്നതിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ ചെറിയ കാലത്ത് നമ്മൾ നാരായണൻ എന്നാണ് വിളിച്ചിരുന്നത് എങ്കിലും നാണുവാശാൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ശ്രീനാരായണ ഗുരു ആണ്. നമ്മുടെ തപാൽ സ്റ്റാമ്പിൽ മാത്രമല്ല, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ആരന്നെയാണ്? ശ്രീനാരായണ ഗുരുവാണ്. അതുപോലെ തന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ആരന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്ത വ്യക്തി ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. അപ്പൊ ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ വിശേഷണങ്ങളാണ്. എന്താ പറഞ്ഞത് നമ്മള്? അദ്ദേഹത്തിന്റെ വിശേഷണങ്ങള് ജനനവും മരണവും അവധി ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കോടതികളിൽ എന്തെങ്കിലും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടാവുക നേരിട്ട് അദ്ദേഹത്തിന് പോണ്ടി വന്നില്ല, നേരിട്ട് ഹാജരാകേണ്ട അല്ലെങ്കിൽ ഹാജരാകുന്നതിൽ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനാണ്. ശ്രീലങ്കയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ്. ഇന്ത്യൻ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ്. ഇന്ത്യൻ കോയിനിലെ പ്രത്യക്ഷപ്പെട്ട മലയാളിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമ സ്ഥാപിക്കപ്പെട്ട മലയാളിയാണ്. കേരളത്തിൽ ജീവിച്ചിരിക്കെ തന്നെ നമ്മുടെ അവിടെ പ്രതിമ സ്ഥാപിച്ചത് ആരുടെ പേരിലാണ്? ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. നാണുവാശാൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അതുപോലെ തന്നെ നൂറ്റാണ്ടിന്റെ മലയാളിയായി മലയാള മനോരമ തെരഞ്ഞെടുത്തതും ആരെന്നെയാണ്? ശ്രീനാരായണ ഗുരു തന്നെയാണ് കേട്ടോ. ശ്രീനാരായണ ഗുരു, നമ്മൾ അദ്ദേഹത്തെ ഗുരുവായിട്ടാണ് കണക്കാക്കണേ. അദ്ദേഹത്തിന്റെ ആദ്യ ഗുരു
കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ശ്രീനാരായണ ഗുരുവിനെ നമ്മള് ഒരു ദൈവത്തിനേക്കാൾ ഉപരി നമ്മൾ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഗുരുവിന്റെ സ്ഥാനം നമ്മൾ കൊടുക്കണം. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്ന പേര് നമ്മൾ അല്ലെ. അല്ലാണ്ട് ജീവിച്ചിരിക്കണ ദൈവം എന്ന് അങ്ങനെയല്ലല്ലോ നമ്മൾ കണക്കാക്കേണ്ടത്. നല്ല കുറെ ആദർശങ്ങൾ പറഞ്ഞു തന്ന ഒരു മനുഷ്യൻ അല്ലെ. അപ്പൊ അതുകൊണ്ട് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാനാണ്. കൂടാതെ കുമ്മമ്പിള്ളി രാമൻപിള്ള ആശാൻ, കൃഷ്ണൻ വൈദ്യർ, തൈക്കാടയ്യ, ഇതൊക്കെ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരാണ്. തൈക്കാടയ്യ ശ്രീനാരായണ ഗുരുവിന് ഹഠയോഗ വിദ്യ പഠിപ്പിച്ചു കൊടുത്ത ആളാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന് ഹഠയോഗം ഉപദേശിച്ചു കൊടുത്ത ആള് ആരാണ്? തൈക്കാടയ്യാണ് കേട്ടോ. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുക്കന്മാരെ പറഞ്ഞു. അദ്ദേഹത്തെ നമ്മൾ എന്ത് വിളിച്ചു? ഗുരു എന്നാ വിളിക്കണേ. ഈ ഗുരുവിന്റെ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ ആരറിയോ നിങ്ങൾക്ക്? ശിവലിംഗദാസ സ്വാമികളാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളാണ്. ഇദ്ദേഹത്തെ കൂടാതെ വേറെ കുറെ ശിഷ്യന്മാര് ശ്രീനാരായണ ഗുരുവിനുണ്ട്. അദ്ദേഹത്തിന്റെ അവസാന ശിഷ്യന്മാരെ കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ. ശിവലിംഗദാസ സ്വാമികളെ കൂടാതെ അദ്ദേഹത്തിന് വേറെ കുറെ ശിഷ്യന്മാരുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ അവസാന ശിഷ്യൻ എന്നാ ചോദിക്കണേച്ചാ അവസാന ശിഷ്യൻ ആനന്ദ തീർത്ഥൻ എന്നാ നമ്മൾ പറയാ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ അവസാന ശിഷ്യന്റെ പേരെന്താണ്? എന്താ ലാസ്റ്റത്തെ ശിഷ്യന്റെ പേര്? ആനന്ദ തീർത്ഥൻ എന്നാണ്. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്രം പണിയാണ് അല്ലെ. 1887 ശ്രീനാരായണ ഗുരു എന്തു പണിയുന്നു? അരുവിപ്പുറം ക്ഷേത്രം പണിയുന്നു. ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നു. വളരെ പ്രധാനം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എന്ന് ഇപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1888 ഇനി അരുവിപ്പുറത്ത് പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹ കല്ല് അദ്ദേഹം എവിടുന്നാ കണ്ടെടുത്തത്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന് കണ്ടെത്തി. ഇനി 1898 അരുവിപ്പുറത്ത് ക്ഷേത്രയോഗം അഥവാ വാവൂട്ട് യോഗവും അദ്ദേഹം രൂപീകരിച്ചു. 1898 അരുവിപ്പുറത്ത് ക്ഷേത്രയോഗം അഥവാ വാവൂട്ട് യോഗവും അദ്ദേഹം രൂപീകരിച്ചു. അപ്പൊ അരുവിപ്പുറം എവിടെയാന്ന് ചോദിച്ചാൽ അറിയാലോ, തിരുവനന്തപുരത്താണ് അരുവിപ്പുറം. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ അരുവിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് 1887 അരുവിപ്പുറം ക്ഷേത്രം, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ അല്ലെ. ആ പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നുള്ള അതിന് പ്രതിഷ്ഠ നടത്താനുള്ള കല്ല് അദ്ദേഹം നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് കണ്ടെത്തിയത്. 1898 അരുവിപ്പുറം ക്ഷേത്രയോഗം അഥവാ വാവൂട്ട് യോഗവും അദ്ദേഹം രൂപീകരിച്ചു. ഇനി നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഗുരുദേവന്റെ ഏത് വാക്കുകളാണ് അരുവിപ്പുറം ക്ഷേത്ര കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്നത്? അപ്പൊ അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ കവാടത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായ വചനമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് നമ്മൾ പഠിക്കാൻ വേണം. ഇത് പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ഇത് അരുവിപ്പുറം ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുവിന്റെ വചനാണ്. ഇനി 1913 അദ്ദേഹം ആലുവയിലെ അദ്വൈത ആശ്രമം സ്ഥാപിക്കുന്നു. എറണാകുളം ജില്ലയിലാണ് ആലുവ. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ശ്രീനാരായണ ഗുരു ഏത് വർഷമാണ്? 1913 അദ്വൈതാശ്രമത്തിന്റെ വർഷത്തേക്കാൾ നമ്മൾ ആലുവ സർവമത സമ്മേളനം ഒക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് ഇല്ലേ? അപ്പോ അത് നമുക്ക് പഠിക്കണം. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വചനാണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു 1924 നൽകിയത് അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. അപ്പൊ ആലുവ അദ്വൈതാശ്രമം 1913 ശ്രീനാരായണ ഗുരു സ്ഥാപിക്കുന്നു. ഈ 1913 ആലുവ അദ്വൈതാശ്രമം സ്ഥാപിച്ച് 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം ശ്രീനാരായണ ഗുരു നൽകുന്നു. ഇനി ആലുവ അദ്വൈതാശ്രമം ഉണ്ടല്ലോ, അത് നമ്മൾ പറഞ്ഞുല്ലോ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ പെരിയാർ നദിയുടെ തീരത്താണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ അല്ലെ. അതിന്റെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത്. ഈ ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വെക്കുന്ന ഒരു ആപ്തവാക്യുണ്ട്. എന്താ അത്? ഓം സാഹോദര്യം സർവത്ര എന്നാണ്. ആലുവ അദ്വൈതാശ്രമം മുന്നോട്ട് വെക്കുന്ന ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര.
ഇനി സർവമത സമ്മേളനം നടന്നു ആലുവയില് എന്ന് നടന്നു 1924. അപ്പൊ പഠിക്കാൻ എളുപ്പമാണ്. സർവമത സമ്മേളനം നടന്നതും 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് അദ്ദേഹം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം നൽകിയതും 1924. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ആലുവ സർവമത സമ്മേളനം നടന്നില്ലേ, അതിന്റെ അധ്യക്ഷൻ മുൻ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ടി സദാശിവ അയ്യരാണ്. അപ്പൊ മദ്രാസ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ടി ശിവദാസ അയ്യരാണ് 1924 ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന എന്താണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആലുവ സർവമത സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ഇനി ശ്രീനാരായണ ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോടി വരിക SNDP എന്ന് പറയുന്ന സംഘടനയാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, SNDP സ്ഥാപിതമായത് 1903 മെയ് 15-നാണ്. 1903 മെയ് 15-ന് അല്ലെങ്കിൽ 1078 ഇടവം 2-ന്, 1078 ഇടവമാസം 2-ാം തീയതിയാണ് SNDP സ്ഥാപിക്കുന്നത്. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? കൊല്ലാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ശ്രീനാരായണ ഗുരു. ഇനി SNDPക്ക് ഒരു മുഖപത്രം ഉണ്ട്. ആ മുഖപത്രം ആരംഭിച്ചത് 1904-ലാണ്. ഈ മുഖപത്രത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. മുഖപത്രത്തിന്റെ സ്ഥാപകൻ കുമാരനാശാനാണ്. ആ മുഖപത്രത്തിന്റെ പേര് വിവേകോദയം എന്നാണ്. SNDPയുടെ മുഖപത്രം വിവേകോദയം. മുഖപത്രം ആരംഭിച്ച വർഷം 1904. മുഖപത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? കുമാരനാശൻ. എന്നാൽ സ്ഥാപക പത്രാധിപർ ചോദിച്ചു കഴിഞ്ഞാലോ എന്ന് നമ്മൾ പറയും? എം ഗോവിന്ദൻ. അപ്പോ വിവേകോദയം എന്ന് പറയുന്ന SNDPയുടെ മുഖപത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരാണ്? എം ഗോവിന്ദനാണ് കേട്ടോ. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണം കൂടിയാണ് വിവേകോദയം. ഈഴവ ഗസറ്റ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രസിദ്ധീകരണമാണ് ഏത്? വിവേകോദയം. വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായാണ് SNDPയുടെ മുഖപത്രത്തിന് എന്ത് പേരിട്ടത്? വിവേകോദയം എന്ന് പേരിട്ടത്. അപ്പൊ ആരോടുള്ള ആദര സൂചകമായിട്ടാണ് വിവേകോദയം എന്ന പേരിട്ടത്? വിവേകാനന്ദ സ്വാമികളോടുള്ള ആദര സൂചകമായാണ്. ഇനി ഒരു പ്രതിഷ്ഠ അദ്ദേഹം അരുവിപ്പുറത്ത് നടത്തി. ഇനി അദ്ദേഹം നടത്തിയ പല പ്രതിഷ്ഠകളും നമ്മളോട് ചോദിക്കാറുണ്ട്. അങ്ങനെ ശ്രീനാരായണ ഗുരു ഒരു പ്രതിഷ്ഠ നടത്തുകയാണ് തൃശ്ശൂർ ജില്ലയിൽ കാരമുക്ക് വിളക്കമ്പലം എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ അദ്ദേഹം വിളക്കമ്പലം എന്ന പേര് പോലെ തന്നെ അവിടെ പ്രതിഷ്ഠ നടത്തിയത് നിലവിളക്ക് പ്രതിഷ്ഠയാണ്. അപ്പൊ ശ്രീനാരായണ ഗുരു നിലവിളക്ക് പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? വിളക്കമ്പലം, തൃശ്ശൂര് കാരമുക്ക് കേട്ടോ. അപ്പൊ വിളക്കമ്പലത്താണ്, അത് തൃശ്ശൂര് കാരമുക്കാണ്. ഇനി ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധമായ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സ്ഥലം, പ്രമുഖ സ്ഥലം, കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ പ്രമുഖ സ്ഥലം വെച്ചൂര് ഉല്ലലയാണ്. വെച്ചൂര് ഉല്ലല. ഇവിടെ കൂടാതെ അദ്ദേഹം കളവൻകോട് ക്ഷേത്രത്തിലൊക്കെ എന്ത് നടത്തിയിട്ടുണ്ട്? കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അപ്പൊ അവിടെ പ്രതിഷ്ഠിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞു അദ്ദേഹം വിഗ്രഹത്തിന് വേണ്ടി കല്ല് തേടി പിടിച്ചു നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്ന്. എന്നിട്ട് കല്ലാണ് പ്രതിഷ്ഠിച്ചത്. പക്ഷെ ഇവിടെ അദ്ദേഹം പ്രതിഷ്ഠിക്കുന്നത് എന്താണെന്ന് പറയണേ? കണ്ണാടിയാണ്. അപ്പൊ കണ്ണാടിയുടെ പ്രത്യേകത അറിയാം. നമ്മൾ എല്ലാവരും നോക്കണം. നമ്മൾ നോക്കുമ്പോൾ നമ്മളെ തന്നെയല്ലേ കണ്ണാടിയിൽ കാണുന്നത്. അപ്പൊ ഈ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു എന്താ ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വം എന്തായിരുന്നു? അഹം ബ്രഹ്മാസ്മി എന്നായിരുന്നു. അതായത് യു ആർ യുവർ സെൽഫ് ഗോഡ്. അതായത് നമ്മുടെ ദൈവം നമ്മൾ തന്നെയാണ്. അതായത് നമ്മളെ നന്നാക്കണതും നമ്മളെ ചീത്തയാക്കണതും നമ്മൾ തന്നെയാണ്. അത് മനസ്സിലാക്കി തരികയായിരുന്നു അദ്ദേഹം കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ചെയ്തത് എന്നാ പറയണേ കേട്ടോ. മംഗലാപുരത്ത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രം. ഇനി മംഗലാപുരത്ത് അദ്ദേഹം തിരുപ്പതീശ്വര ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രം സ്ഥാപിച്ചു മംഗലാപുരത്ത് കേട്ടോ. അതുപോലെ തന്നെ കോഴിക്കോട് അദ്ദേഹം ശ്രീകണ്ഠേശ്വര ക്ഷേത്രം സ്ഥാപിക്കേണ്ടായി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം. ഈ കോഴിക്കോട് ജില്ലയിൽ ശ്രീനാരായണ ഗുരു പണിത ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന് തറക്കല്ലിട്ടത് ആനി ബസന്റ് ആയിരുന്നു. ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. ക്ലിയർ ആയോ? ഇനി അടുത്തത് അദ്ദേഹത്തിന് ജ്ഞാനോദയം ലഭിക്കുകയാണ്. നമ്മളോട് ചോദിക്കാം, ശ്രീനാരായണ ഗുരുവിന് എവിടെ വെച്ചിട്ടാണ് ജ്ഞാനോദയം ലഭിച്ചത്? കന്യാകുമാരിയില് മരുത്വാമലയിൽ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിക്കുന്നത്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? കന്യാകുമാരിയിലെ മരുത്വാമലയിലെ
പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. കന്യാകുമാരിയിലെ മരുത്വാമലയിലെ പിള്ളത്തടം ഗുഹയിൽ വെച്ചാണ്. ഇനി ചോദിക്കുകയാണ്, ശ്രീനാരായണ ഗുരു ശ്രീലങ്കയിലേക്ക് പോയിട്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശ്രീനാരായണ ഗുരു 2 തവണ ശ്രീലങ്ക സന്ദർശിക്കുകയാണ്. ആദ്യമായി 1918 രണ്ടാമതായി 1926 1918 1926 2 വർഷങ്ങളിൽ ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിക്കുന്നു. അപ്പൊ ശ്രീലങ്കയില് ആദ്യമായിട്ട് ഇദ്ദേഹം പോയിപ്പോ അവിടെ നടന്ന സ്വീകരണ യോഗമൊക്കെ ഉണ്ടായി. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ നടത്തിയത് ശ്രീ ബോധാനന്ദ സ്വാമികളായിരുന്നു. ആരാണ്? ബോധാനന്ദ സ്വാമികൾ ആയിരുന്നു. ഇനി അടുത്തത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ശിവഗിരി മഠം എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പോ ശ്രീനാരായണ ഗുരു ശിവഗിരി ശാരദാ മഠം ശിവഗിരി മഠം എന്നൊക്കെ നമുക്ക് പറയാം. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ശിവഗിരി മഠം സ്ഥാപിച്ച വർഷം 1904. ഇനി അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ശിവഗിരി മഠം. അതൊരു ക്ഷേത്രം തന്നെയായിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം അവിടെ ശാരദാ പ്രതിഷ്ഠ നടത്തിയത് എന്ന് ചോദിക്കേണ്ട 1912. അപ്പോ അഷ്ടഭുജ ആകൃതിയിൽ ശിവഗിരിയിൽ ആര് നിർമ്മിക്കുകയാണ്? ശ്രീനാരായണ ഗുരു ഒരു ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അതിന്റെ പേരാണ് ശിവഗിരി ശാരദാ മഠം. അവിടെ പ്രതിഷ്ഠ നടത്തിയത് എന്തിനാണ്? ശാരദാ പ്രതിഷ്ഠയാണ് അദ്ദേഹം നടത്തുന്നത്. അതും ഓർക്കണം. ഇനി അടുത്തത് ഇത്രയൊക്കെ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശിവഗിരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ. ഇനി ശിവഗിരി തീർത്ഥാടനം നമ്മൾ പലവരും കേട്ടിട്ടുണ്ട് ഇല്ലേ? ശിവഗിരി തീർത്ഥാടനത്തിന് പോവാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ശിവഗിരി തീർത്ഥാടകർക്ക് ഗുരു ഒരു വസ്ത്രം പറഞ്ഞിട്ടുണ്ട്. ആ വസ്ത്രത്തിൽ പോകുന്ന നല്ലതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. മഞ്ഞ കളറാട്ടോ. അപ്പൊ ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചവർ വല്ലശ്ശേരി ഗോവിന്ദൻ വൈദ്യർ, TK കിട്ടൻ തുടങ്ങിയ ആൾക്കാരാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത്. ഈ ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് കേട്ടോ. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിക്കാൻ നേതൃത്വം കൊടുത്ത കവി മൂലൂർ S പത്മനാഭ പണിക്കരാണ്. ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കാൻ നേതൃത്വം കൊടുത്ത കവി ആരാണ്? മൂലൂർ S പത്മനാഭ പണിക്കരാണ്. ഇനി ശ്രീനാരായണ ഗുരു ശിവഗിരിയില് ഒരു ബ്രഹ്മവിദ്യാലയവും സ്ഥാപിച്ചു. അതിന്റെ ശിലാസ്ഥാപനം അദ്ദേഹം 1925 ഒക്ടോബർ 17 നടത്തി. എന്താ പറഞ്ഞേ? ശിവഗിരിയിലെ ശാരദാ മഠം അല്ലെങ്കിൽ ശിവഗിരി മഠം ശാരദാ പ്രതിഷ്ഠയൊക്കെ നടത്തി. 1904 ശിവഗിരി മഠം സ്ഥാപിച്ചു. അത് അഷ്ടഭുജ ആകൃതിയിൽ നിർമ്മിച്ച ക്ഷേത്രമാണ്. ശിവഗിരി ശാരദാ മഠം എന്നും അറിയപ്പെടുന്നു. 1912 ശിവഗിരിയിൽ അദ്ദേഹം ശാരദാ പ്രതിഷ്ഠ നടത്തുന്നു. ശിവഗിരി തീർത്ഥാടകർക്ക് ശിവഗിരിയിലേക്ക് വരാൻ തീർത്ഥാടകർക്ക് ഗുരു മഞ്ഞ വസ്ത്രമാണ് നിർദ്ദേശിച്ചത്. ശിവഗിരി തീർത്ഥാടനം ആരംഭിച്ചത് വല്ലവശ്ശേരി ഗോവിന്ദൻ വൈദ്യൻ, TK കിട്ടൻ തുടങ്ങിയ ആൾക്കാരാണ്. പത്തനംതിട്ട ജില്ലയിൽ ഇലവുംതിട്ട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശിവഗിരി തീർത്ഥാടനം ആരംഭിക്കണേ. ശിവഗിരി തീർത്ഥാടനം ആദ്യമായി സംഘടിപ്പിച്ച കവിയാണ് മൂലൂർ S പത്മനാഭ പണിക്കർ. ശ്രീനാരായണ ഗുരു ശിവഗിരിയിൽ ഒരു ബ്രഹ്മവിദ്യാലയവും സ്ഥാപിച്ചു. 1925 ഒക്ടോബർ 17. ഇനി അടുത്തത് ഈ ശ്രീനാരായണ ഗുരുവിന്റെ സമാധി ഒന്ന് ഓർക്കുക. നമ്മള് 1928 സെപ്റ്റംബർ 20 നമ്മൾ പറഞ്ഞു ജനനവും മരണവും അല്ലെ അവധി ദിവസമാണ്. 1928 സെപ്റ്റംബർ 20 1928 സെപ്റ്റംബർ 20 സമാധിയാവാണ് ശ്രീനാരായണ ഗുരു. സമാധിയാകുന്നതും ശിവഗിരിയിൽ വെച്ചാണ്. എവിടെ വെച്ചാണ് സമാധിയാകുന്നത്? ശിവഗിരിയിൽ വെച്ചാണ്. സമാധി സമയത്ത് ശ്രീനാരായണ ഗുരു ഏത് നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നത് എന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ശ്വേതവർണ്ണമാണ്. ശ്വേതം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വെള്ളാട്ടോ. അപ്പൊ വെള്ള നിറത്തിലുള്ള ശ്വേത നിറത്തിലുള്ള വസ്ത്രമാണ് ആര് ധരിച്ചിരുന്നേ? ശ്രീനാരായണ ഗുരു. അങ്ങനെ പറയാൻ കാരണം മിക്കപ്പോഴും നമ്മൾ മഞ്ഞ നിറത്തിലാണ് ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമയൊക്കെ കാണുമ്പോൾ നമ്മൾ കാണാറ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു തന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് പ്രശസ്തരായിട്ടുള്ള കുറച്ച് ആൾക്കാര് ഈ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. അപ്പൊ ആരൊക്കെ സന്ദർശിച്ചു, എപ്പൊക്കെ സന്ദർശിച്ചു എന്ന് നമ്മൾ പഠിക്കാം. ടാഗോർ, നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ ശിവഗിരിയിൽ പോയി ശ്രീനാരായണ ഗുരുവിനെ 1922 സന്ദർശിച്ചു. അപ്പൊ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922 ശിവഗിരിയിൽ വെച്ചാണ്. ടാഗോറിന്റെ സന്ദർശനത്തിൽ കൂടെയുണ്ടായിരുന്നത് ആരാണ്? CF ആൻഡ്രൂസ്. നമ്മൾ കേട്ടിട്ടില്ലേ? ദീനബന്ധു എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് CF ആൻഡ്രൂസ്. കാരണം ശ്രീനാരായണ ഗുരു
കാണാൻ വേണ്ടിയിട്ട് CF ആൻഡ്രൂസും ആരുടെ കൂടെ പോയി? ടാഗോറിന്റെ സന്ദർശന സമയത്ത് ടാഗോറിന്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ടാഗോറും ശ്രീനാരായണ ഗുരുവും തമ്മില് സംഭാഷണം നടത്തി. ആ സംഭാഷണം തർജ്ജമ ചെയ്തത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുമാരനാശാനാ പറയാ. ആരാണ്? കുമാരനാശാൻ. ഇനി ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1925 മാർച്ച് 12-നാണ്. 1925 മാർച്ച് 12-ന് എവിടെ വെച്ച് തന്നെ? ശിവഗിരിയിൽ വെച്ച് തന്നെ. ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചപ്പോൾ ഗാന്ധിജിയോടൊപ്പം ഒരു പ്രമുഖനായ നേതാവും കൂടി ഉണ്ടായിരുന്നു, ദേശീയ നേതാവ് സി രാജഗോപാലാചാരി. അപ്പൊ ഗാന്ധിജിയും സി രാജഗോപാലാചാരിയും 1925 മാർച്ച് 12-ന് ശിവഗിരിയിൽ വെച്ച് ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള സംഭാഷണം തർജ്ജമ ചെയ്തത് എൻ കുമാരനാണ്. ആരാണ്? എൻ കുമാരനാണ്. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കുറച്ച് രചനകൾ വളരെ പ്രധാനമാണ്. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യത്തെ രചന ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് അത്രേ. അപ്പൊ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരു ആദ്യമായിട്ട് രചിച്ച ഗ്രന്ഥം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ആത്മോപദേശ ശതകം വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മോപദേശ ശതകം. അടുത്തത് ദൈവദശകം. എന്താണ്? ദൈവദശകം. അപ്പൊ ആത്മോപദേശ ശതകം, ദൈവദശകം, ആദ്യത്തെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ഇതൊക്കെ ഓർക്കുക. 2014 100-ാം വാർഷികം ആഘോഷിച്ച ഗുരുവിന്റെ കൃതിയാണ് ദൈവദശകം. 2014 100-ാം വാർഷികം ആഘോഷിച്ചു ദൈവദശകം. ശ്രീനാരായണ ഗുരു മൊഴിമാറ്റം നടത്തിയ തമിഴ് ഗ്രന്ഥം ഏതാണ്? അദ്ദേഹം ഒരു തമിഴ് ഗ്രന്ഥത്തിന്റെ ട്രാൻസ്ലേഷൻ നടത്തിയിട്ടുണ്ട്. ഏതാണ്? തിരുക്കുറലാണ്. അത് രചിച്ചത് ആരാ അറിയാലോ? നമ്മൾ സംഘകാല കൃതികൾ പഠിക്കുമ്പോൾ തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവർ ആണ് എന്ന് പഠിക്കുന്നുണ്ട് ഇല്ലേ? ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ച രചനയാണ് നവമഞ്ജരി. ഏതാണ്? നവമഞ്ജരി. കൂടാതെ അനുകമ്പാദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളി നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം, ജാതി നിർണയം, നിർവൃതി പഞ്ചകം, ജീവ കാരുണ്യ പഞ്ചകം, ജനനി നവരത്ന മഞ്ജരി, കുണ്ടലിനി പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ജഡ ചിന്തനം. ഇതൊക്കെ തന്നെ ആരുടെ കൃതികളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ. അപ്പൊ ഒന്ന് എല്ലാം കൂടി ഞാൻ പറയാം. ആദ്യത്തെ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അല്ലെ? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്, ആത്മോപദേശ ശതകം, ദൈവദശകം, ശിവശതകം, അനുകമ്പ ദശകം, ചിദംബരാഷ്ടകം, വിനായകാഷ്ടകം, ദർശനമാല, കാളീ നാടകം, അദ്വൈത ദീപിക, ശ്രീകൃഷ്ണ ദർശനം, ജാതി ലക്ഷണം, ജാതി മീമാംസ, ജാതി നിർണയം, നിർവൃതി പഞ്ചകം, ജനനി നവരത്ന മഞ്ജരി, കുണ്ടലിനി പാട്ട്, ഇന്ദ്രിയ വൈരാഗ്യം, ജഡചിന്തനം. 19 പേര് ഞാൻ പറഞ്ഞു കേട്ടോ. കൂടാതെ തിരുക്കുറൽ അദ്ദേഹം മൊഴിമാറ്റം നടത്തുകയുണ്ടായി. ചട്ടമ്പി സ്വാമികൾക്ക് വേണ്ടി സമർപ്പിച്ചത് ഏതാന്ന് ഓർക്കുക? നവമഞ്ജരിയാണെന്ന് ഓർക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മൾക്ക് പഠിക്കാനുള്ളത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്തമായിട്ടുള്ള വചനമാണ്. ഒരു വചനം നമ്മൾ പഠിച്ചില്ലേ? അരുവിപ്പുറം ക്ഷേത്ര കവാടത്തില് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അടുത്ത നമ്മൾ പഠിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന സന്ദേശം 1924 അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് ജനങ്ങൾക്ക് നൽകി അല്ലെ? അപ്പൊ 2 വചനങ്ങൾ പഠിച്ചു. ഇനി പറഞ്ഞതാണ് അദ്ദേഹം, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണം. ഇത് ആത്മോപദേശ ശതകത്തിൽ നിന്നെടുത്തിട്ടുള്ളതാണ്.
ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇത് ജാതി മീമാംസ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇദ്ദേഹത്തെ കുറിച്ച് ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ, അതായത് പ്രധാനികളില് സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായ മറ്റൊരാളില്ല എന്ന് പറഞ്ഞത് ആരാണ്? ടാഗോർ ആണ്. ഭാരതത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പരമഹംസന്മാരിൽ സ്വാമിയെ പോലെ പരിശുദ്ധാത്മാവായ മറ്റൊരാളില്ല എന്ന് പറഞ്ഞു ടാഗോർ. ഞാൻ ദൈവത്തെ മനുഷ്യരൂപത്തിൽ കണ്ടു. അത് കേരളത്തിൽ തെക്കേയറ്റത്തെ വാണരുളും ശ്രീനാരായണ ഗുരു അല്ലാതെ മറ്റാരുമല്ല എന്ന് പറഞ്ഞത് ആരാണ്? CF ആൻഡ്രൂസ് ആണ്. ദീനബന്ധു അല്ലെ, ആരുടെ കൂടെ വന്നു? ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ടാഗോറിന്റെ കൂടെ 1922 വന്നു. എന്നിട്ട് പറഞ്ഞതാണ്. ഇനി ശ്രീനാരായണ ഗുരുവിനെ ഒരു മൂന്നാം കിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാം കിട മനുഷ്യനായി വളരെ നല്ല ആശയങ്ങളും അല്ലെ മനുഷ്യന്മാരെ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന കുറെ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള ഒരു മനുഷ്യനായിട്ട് കാണണം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ് കേട്ടോ. നമ്മുടെ ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ പിൻഗാമി ആരറിയോ നിങ്ങൾക്ക്? ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. ആരാണ്? ശ്രീ ബോധാനന്ദ സ്വാമികളാണ്. വേലായുധൻ എന്നാണ് ബോധാനന്ദ സ്വാമിയുടെ ശരിക്കുള്ള പേര് കേട്ടോ. ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യനായ വിദേശിയാണ് ഏണസ്റ്റ് ക്ലർക്ക്. ആരാണ്? ഏണസ്റ്റ് ക്ലർക്ക്. 1923 നീലഗിരിയിൽ നാരായണ ഗുരുകുലം സ്ഥാപിച്ചത് ആരാണ്? നടരാജ ഗുരുവാണ്. അതായത് ഡോക്ടർ പൽപുവിന്റെ രണ്ടാമത്തെ മകനാണ്. അതുപോലെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ ആദ്യമായി അനാച്ഛാദനം ചെയ്തത് തലശ്ശേരിയിലാണ്. ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ സ്ഥാപിക്കാൻ മുൻകൈയെടുത്ത വ്യക്തി മൂർക്കോത്ത് കുമാരനാണ്. ശ്രീനാരായണ ഗുരുവിന്റെ 150ാമത്തെ ജന്മദിനം പ്രമാണിച്ച് റിസർവ് ബാങ്ക് 5 രൂപയുടെ നാണയം 2006 പുറത്തിറക്കുകയുണ്ടായി. ഇതൊക്കെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം, മറക്കാനായിട്ട് പാടില്ല. ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമില്ലാത്ത പരീക്ഷകള് നമ്മുടെ നാട്ടില് ഉണ്ടാവാറില്ല. അതായത് കേരള PSC അങ്ങനെ ഒരു പരിപാടി ഇല്ല. ശ്രീനാരായണ ഗുരുവിന് മിക്കപ്പോഴും നവോത്ഥാനം ഇല്ലാത്ത ഒരു പരീക്ഷ ഇല്ല അല്ലെ, അതിൽ ശ്രീനാരായണ ഗുരു ഇല്ലാത്ത പരീക്ഷയില്ല. ശ്രീനാരായണ ഗുരുവും നവോത്ഥാന നായകനും കണ്ടുമുട്ടലുകൾ, അതായത് അവരൊക്കെയുള്ള നവോത്ഥാന നായകനും തമ്മിലുള്ള കണ്ടുമുട്ടലുകൾ പഠിക്കാം നമുക്ക്. ശ്രീനാരായണ ഗുരു ചട്ടമ്പി സ്വാമിയെ കണ്ടുമുട്ടി അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച്. ഇത് എവിടെയാ കണ്ടുമുട്ടിയെന്ന് പഠിക്കണം, വർഷവും പഠിക്കണം. 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടുന്നു. ചട്ടമ്പി സ്വാമികളും ശ്രീനാരായണ ഗുരുവും 1882 അണിയൂർ ക്ഷേത്രത്തിൽ വെച്ച് കണ്ടുമുട്ടി. ശ്രീനാരായണ ഗുരു കായിക്കരയിൽ വെച്ച് 1891 കുമാരനാശാനെ കണ്ടുമുട്ടി. 1891 കായിക്കരയിൽ വെച്ച് കുമാരനാശാനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി. 1895 ബാംഗ്ലൂരിൽ വെച്ച് ശ്രീനാരായണ ഗുരു പൽപുവിനെ കണ്ടുമുട്ടി. 1895 ബാംഗ്ലൂരിൽ വെച്ച് ശ്രീനാരായണ ഗുരു ആരെ കണ്ടുമുട്ടി? പൽപുവിനെ കണ്ടുമുട്ടി. അടുത്തത് 1912 ബാലരാമപുരം, നെയ്ത്തുകാരുടെ പട്ടണം, തിരുവനന്തപുരം അല്ലെ, അവിടെ വെച്ച് ശ്രീനാരായണ ഗുരു അയ്യങ്കാളിയെ കണ്ടുമുട്ടി. അപ്പൊ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും തമ്മിൽ കണ്ടുമുട്ടിയത് 1912 ബാലരാമപുരത്ത് വെച്ച്. ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങളോട് ചോദിച്ചു നോക്കിയാൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പഠിക്കണം നിർബന്ധമായിട്ടു കേട്ടോ. അതുപോലെ തന്നെ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് 1914 വാഗ്ഭടാനന്ദനുമായിട്ട് കണ്ടുമുട്ടലുണ്ടായി. ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച്. തിരുവണ്ണാമലയിൽ വെച്ച് 1916 രമണ മഹർഷിയെ കണ്ടുമുട്ടി. തിരുവണ്ണാമലയിൽ 1916 ശ്രീനാരായണ ഗുരു ആരെ സന്ദർശിച്ചു? രമണ മഹർഷി. ഇനി ശിവഗിരിയിൽ 1922 നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, CF ആൻഡ്രൂസും രവീന്ദ്രനാഥ ടാഗോറും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി. 1925 മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടി ശിവഗിരിയിൽ വെച്ച്. അത് നമുക്ക് ഓർമ്മയുണ്ട് അല്ലേ. ചട്ടമ്പി സ്വാമി ശ്രീനാരായണ ഗുരു അണിയൂര് 1882. ചട്ടമ്പി സ്വാമി കുമാരനാശാൻ കായിക്കര 1891. ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെ ഡോക്ടർ പൽപു 1895 ബാംഗ്ലൂര്. ഇനി ശ്രീനാരായണ ഗുരു അയ്യങ്കാളി 1912 ബാലരാമപുരം. വാഗ്ഭടാനന്ദനെ കണ്ടുമുട്ടി 1914 അദ്വൈതാശ്രമത്തിൽ വെച്ച്. ശ്രീനാരായണ ഗുരു രമണ മഹർഷിയെ കണ്ടുമുട്ടി തിരുവണ്ണാമലയിൽ വെച്ച് 1916 കേട്ടോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇനി ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് സിനിമ, ചില ആൾക്കാർ ചില കൃതികളൊക്കെ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് രചിച്ചിട്ടുണ്ട്, അതൊന്നും ഓർക്കണം.
P.A. ബക്കർ സംവിധാനം ചെയ്ത ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമയാണ് ശ്രീനാരായണ ഗുരു ട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ആദ്യ സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കർ ആണ്. ഇനി K. സുരേന്ദ്രൻ ഒരു നോവൽ രചിച്ചു ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച്, ഗുരു എന്നാണ് നോവൽ. അപ്പോ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഗുരു എന്ന നോവൽ രചിച്ചത് ആരാണ്? K. സുരേന്ദ്രനാണ്. സുകുമാർ അഴീക്കോടിന്റെ കൃതി ഏതാണ്? ഗുരുവിന്റെ ദുഃഖം. സുകുമാർ അഴീക്കോടിന്റെ കൃതിയാണ് ഗുരുവിന്റെ ദുഃഖം. പെരുമ്പടവൻ ശ്രീധരന്റെ നോവൽ ഏതാണ്? പെരുമ്പടവൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള നോവൽ ഏതാണ്? നാരായണം. നാരായണം നോവൽ പെരുമ്പടവൻ ശ്രീധരൻ. ഗുരുവിന്റെ ദുഃഖം എന്ന കൃതി സുകുമാർ അഴീക്കോട്. ഗുരു എന്ന നോവൽ K. സുരേന്ദ്രൻ. ശ്രീനാരായണ ഗുരു എന്ന സിനിമ സംവിധാനം ചെയ്തത് P.A. ബക്കർ ട്ടോ. ഇനി അടുത്തത് M.K. സാനുവിന്റെ ഒരു പുസ്തകമുണ്ട്, ശ്രീനാരായണ ഗുരുസ്വാമി. അപ്പൊ M.K. സാനുവിന്റെ കൃതി ഏതാണ്? ശ്രീനാരായണ ഗുരുസ്വാമി. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി ആര് എന്നാണ് നിങ്ങളോട് ചോദിക്കുന്നതെങ്കിൽ മൂർക്കോത്ത് കുമാരൻ. ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം എഴുതിയ ആദ്യ വ്യക്തി മൂർക്കോത്ത് കുമാരൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്നൊരു കൃതിയുണ്ട്, അത് എഴുതിയത് T. ഭാസ്കരൻ. ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു എന്ന കൃതി രചിച്ചത് T. ഭാസ്കരനാണ്. ഇനി അടുത്തത് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത്, ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു എന്ന കൃതി രചിച്ചത് K.P. അപ്പനാണ് കേട്ടോ. ഇപ്പൊ K.P. അപ്പന്റെയാണ് ചരിത്രത്തെ അഗാധമാക്കിയ ഗുരു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച ഒരു സിനിമയാണ് യുഗപുരുഷൻ അല്ലെ. അത് സംവിധാനം ചെയ്തത് R. സുകുമാരനാണ്. ആരാണ്? R. സുകുമാരൻ. യുഗപുരുഷൻ എന്ന സിനിമയിൽ ശ്രീനാരായണ ഗുരുവായി അഭിനയിച്ച നടൻ ആരാണ്? തലൈവാസൽ വിജയ് ആണ്. ആരാണ്? തലൈവാസൽ വിജയ്. 23 ഇന്ത്യൻ ഭാഷകളിലേക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനം ചെയ്ത കൃതി ഏതാണ്? ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു. ഏതാണ്? ബ്രഹ്മർഷി ശ്രീനാരായണ ഗുരു. അപ്പൊ ഇത്രയാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൃതികളും സിനിമകളും നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി ശ്രീനാരായണ ഗുരു അവസാനിക്കുകയാണ് കേട്ടോ. ഇത്രയാണ് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്ര നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇതിലപ്പുറം നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല. അപ്പൊ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ, നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ പരീക്ഷയാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾ അല്ലെ. അപ്പൊ ആ ഡിഗ്രി ലെവൽ പരീക്ഷകളെ അടിസ്ഥാനമാക്കി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ നവോത്ഥാന നായകന്മാരില് കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ ക്ലാസ് ഇഷ്ടമായോ നിങ്ങൾക്ക്? ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുണ്ടോ? അതൊന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10th അല്ലെങ്കിൽ LGS ലെവലോ പോലെയല്ല, ഒന്നും നമുക്ക് കളയാലേ. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള രീതിയിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണം. അപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് കൂടി അവിടെ നിന്ന് പോവില്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മള് എന്റെ അല്ല ആരുടെ ആയാലും ചാനലുകളാണെങ്കിൽ നമുക്ക് കേൾക്കല്ലേ, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് നമ്മുടെ ഓർമ്മയിൽ ഇരിക്കുകയും ചെയ്യും. വായിക്കുമ്പോൾ നമുക്ക് ബോറടിക്കും ചാലും. മനസ്സിലാവുണ്ടോ? അപ്പോൾ എത്ര ബോറടി ഉണ്ടായാലും നമുക്കൊരു ഫിനാൻഷ്യൽ അല്ലെ പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏത് ജോലി ചെയ്യുമ്പോഴും ജോലിയിൽ ആദ്യം നമ്മൾ നോക്കുന്നത് അവരുടെ സാലറിയാണ്. അപ്പൊ ഇത്രയും നല്ല സാലറി ഉള്ള ഇത്രയും നല്ലൊരു പോസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം ചിലപ്പോൾ ലഭിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് ഭംഗിയായിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടമാച്ചാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് എന്ത് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.